യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛനോട് മോശമായിട്ട് പെരുമാറി വീട്ടിൽ നിന്ന് ഇറക്കിയും വിട്ടു. അവരൊരു മനസാക്ഷിയില്ലാത്ത സ്ത്രീയാ. അതെ, എന്ത് പറയാനാ. ആ, എന്നിട്ട് അച്ഛനവിടെ? നീ അച്ഛന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ആ, അച്ഛനിവിടെയുണ്ട്, ഞാൻ കൊടുക്കാം. അച്ഛ, ശബരീട്ടനാ, അച്ഛനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഹലോ ശബരി. ആ അച്ഛ, കഴിഞ്ഞതൊക്കെ അറിഞ്ഞു. ഒക്കെ ദയ എന്നോട് പറഞ്ഞു. അതൊന്നും ഓർത്ത് അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കരുത്. ഹേയ് ഇല്ല ശബരി, അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ ഇതൊക്കെ ഒരു ശീലമാണല്ലോ. എല്ലാം ശരിയാവും അച്ഛ. അച്ഛന്റെ മഹത്വം ആ സ്ത്രീ മനസ്സിലാക്കുന്ന ഒരു കാലം വരും. എല്ലാം ഈശ്വരന്റെ നിശ്ചയം പോലെ തന്നെ നടക്കട്ടെ. ശബരി ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായി തീർത്ത് വേഗം തിരിച്ചു വരാൻ നോക്ക്. ശരി അച്ഛ. വന്ന കാര്യങ്ങള് മിക്കവാറും നാളെ തന്നെ കഴിയും. അങ്ങനെയായ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് എത്തും. അത് മതി. പിന്നെ ദയയുടെ കാര്യമോർത്ത് ടെൻഷനൊന്നും വേണ്ട. അതെനിക്ക് അറിയാച്ച. അച്ഛനും രഘുവേട്ടനും ഉള്ളിടത്തോളം അത്തരം ടെൻഷന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ. ആ, എങ്കിൽ ഞാൻ ദയയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. വേണ്ട അച്ഛ, ഞാൻ പിന്നെ വിളിച്ചോളാം. ആ ശരി 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 ശബരി. ശരി അച്ഛ. മോളെ, ശബരി നിന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിയുടെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സ് മുഴുവൻ ഇവിടെ. ശബരി നല്ല പയ്യനാ. ശരിക്കും പറഞ്ഞ ദയമോളുടെ ഭാഗ്യം കൊണ്ടാ ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയത്. എല്ലാരും കൂടി വലിയ ചർച്ചയിലാണല്ലോ. ശബരിയെ പറ്റി സംസാരിക്കായിരുന്നു. ആ, അത് പറഞ്ഞപ്പോഴാ ഇന്ന് എന്നെ ഇന്ദ്രൻ വിളിച്ചിരുന്നു. എന്താ രഘു, എന്താ പുതിയ പ്രശ്നം? ഹൈ, പ്രശ്നമൊന്നുമില്ല മോവാ. ഇന്ന് അവന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തിന് മാപ്പ് പറയാനാ വിളിച്ചേ. ഇന്ദ്രൻ മാപ്പ് പറയാൻ വിളിച്ചെന്നോ? എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ഞാൻ പറഞ്ഞേ. എന്തായാലും ഇന്ദ്രൻ അങ്ങനെ ഒരു മനസ്സ് തോന്നിച്ചെങ്കിൽ അത് നല്ലൊരു സൂചനയാണ്. ഇന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിയാ, സത്യം പറഞ്ഞ ഇന്ദ്രേട്ടൻ നല്ലൊരാളാ. ആ തള്ളയെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ശരിയാ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അവർക്കും മാറ്റം ഉണ്ടാവും. കാലം മുന്നോട്ടല്ലേ പോകുന്നത്. എല്ലാം നന്നായിട്ട് വരാൻ പ്രാർത്ഥിക്കാം. മോനെ, നീ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നേ? ഈ ലോകത്ത് ഈ ഒരു പെണ്ണേ ഉള്ളോ? അതെ ഏട്ടാ, ആ കുട്ടിക്ക് ഏട്ടനോട് യാതൊരു താല്പര്യമില്ലെന്ന് മനസ്സിലായില്ലേ? അതെ മോനെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആലോചനയായിട്ട് ചെന്നപ്പോ അവളത് പറയില്ലേ? അതാ പറഞ്ഞത്. എടാ, നീ ആ പെണ്ണിനെ മറക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ദുബായിക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. എടാ, നിനക്ക് അവിടെ ഒന്നാം തരം ഒരു ജോലി റെഡിയാ. നീ ഇതെന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛൻ പറയുന്ന കേൾക്കുന്നില്ലേ? നിന്റെ നന്മയെ കരുതിയ അച്ഛൻ ഈ പറയുന്നത്. എടാ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി ഈ നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി സമയം കളയുന്നതും വെറുതെ അതോർത്ത് വിഷമിച്ചോണ്ടിരിക്കുന്നതും മണ്ടത്തരല്ലേ? ഏട്ടൻ ഇങ്ങനെ വിഷമിച്ച് ആരോടും മിണ്ടാതെയും ഒന്നും കഴിക്കാതെയും നടക്കുന്നത് ഞങ്ങൾക്ക് വിഷമമല്ലേ? അതെന്താ ഏട്ടൻ ഓർക്കാത്തെ? നിനക്കെന്താ ചെവി കേൾക്കത്തില്ലേ? എന്താ മിണ്ടാത്തെ? ഇവനെന്തോടി തലയ്ക്ക് വെളിവില്ലേ? ഞാൻ ഈ പറയുന്നൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല. സച്ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, ഇതൊക്കെ അവന്റെ വിഷമം കൊണ്ടല്ലേ. എന്ത് വിഷമം? അവനെ വേണ്ടാത്തൊരു പെണ്ണിനെ ഓർത്ത് വിഷമിച്ച് നടക്കാം. അതുകൊണ്ട് എന്താ നേട്ടം? ചുമ്മാ അവന്റെ ജീവിതം നശിപ്പിക്കാന്നല്ലാണ്ട്. എന്നും ഇവനെ ഓർത്ത് മനസ്സ് നിറി കഴിയാനായി എന്റെ ഒരു യോഗം. ഇപ്പോഴത്തെ വിഷമം മാറുമ്പോ ഏട്ടന്റെ ഈ രീതികളൊക്കെ മാറുവച്ചാ. എന്ത് വിഷമെന്നാ? ഇവന്റെ നടപ്പും ഭാവമൊക്കെ കണ്ടാ തോന്നും
10-20 വർഷമായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ താമസമെന്ന്. ഇത് ചുമ്മാ ആ പെങ്കൊച്ചൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ എന്ത് കാര്യത്തിന് ഇത്ര വേദനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നല്ല ഒന്നാന്തരം ജോലി ദുബായിൽ ശരിയാക്കിയത്. വെറുതെ ഇങ്ങനെ വായും പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കാതെ കയറി പോകാൻ പറയടി അവനോട്. സത്യം പറഞ്ഞ ഇന്നിവിടെ സംഭവിച്ചില്ലെല്ലാം എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ഇന്ദ്രേട്ട, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാ തെറ്റിന് പലരും ഉത്തരവാദികളായിരിക്കും. അതെല്ലാവരും അംഗീകരിക്കും, മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോവും. ഇവിടെ മാത്രം എല്ലാ തെറ്റുകളും എന്നും ഒരാൾ ചെയ്തതായിട്ടേ കണക്കാക്കൂ. എല്ലാരും ഒരാളെ കുറ്റപ്പെടുത്തൂ. അനു, ഞാൻ മൊത്തത്തിലുള്ള പ്രശ്നം പറയുമ്പോ നീ വെറുതെ അമ്മയെ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് എന്തിനാ? അമ്മ തെറ്റൊന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇന്നത്തെ കാര്യം നോക്ക്. നമ്മൾ ആരും മനസ്സറിയാത്ത പ്രശ്നത്തിനാ വീട്ടിൽ സമാധാനം ഇല്ലാതാവുന്നത്. പോട്ടെ, അത് വിട്ടേക്ക ഇന്ദ്രേട്ട. വെറുതെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനല്ല ഈ വിഷയം എടുത്തിട്ടത്. ഇന്ദ്രേട്ടനായിട്ട് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വേണ്ട, നമുക്ക് നിർത്താം. അതെന്താനു, വീട്ടിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിക്കണ്ടേ? ഞാനൊന്നും നിന്നോട് ചർച്ച ചെയ്യാൻ പാടില്ലേ? അനു, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ. ഇന്ന് സംഭവിച്ചാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. അതെല്ലാം ഞാൻ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാനെല്ലാം നിന്നോടല്ലാതെ വേറെ ആരോട് പറയും? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അതിലെത്ര ദിവസം നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ ഇത്രയും വേദനിച്ചൊരു ജീവിതം ഒരു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്താണോ നീ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല ഇന്ദ്രേട്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇന്ദ്രേട്ടൻ ഈ പറയുന്ന സമാധാനവും സന്തോഷം കിട്ടാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതിന് നീ തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അനു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്.